കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മഹത്വം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമുള്ള നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ട്രിനിറ്റി ഇൻ്റർനാഷണൽ പ്രയർ മിനിസ്ട്രിയുടെ ഈ ഫേസ്ബുക്ക് പേജിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നതായ പ്രതിവാര ദൈവവചന പഠന പരമ്പരയുടെ 6ാം ഭാഗത്തേക്ക് കടന്നു വരുവാനായി സർവ്വവല്ലഭനായ ദൈവം നമുക്കൊരുക്കിയ അതിശ്രേഷ്ഠമേറിയ ഈ നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. എനിക്ക് പ്രകാരം ഒരു അവസരം ഒരുക്കി തന്ന ഈ ഫേസ്ബുക്ക് പേജിൻ്റെ മുഖ്യ അഡ്മിനും ട്രിനിറ്റി ഇൻ്റർനാഷണൽ പ്രൈം മിനിസ്റ്ററിയുടെ ഫൗണ്ടർ ചെയർമാനുമായിരിക്കുന്ന ബഹുമാനായ തോമസ് ചെറിയാൻ അവർ, തന്നോടൊപ്പമായിട്ട് ഈ മിനിസ്ട്രിയുടെ വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന അനുഗതരായ ദൈവദാസന്മാർ, ഈ ക്ലാസ് ഇന്ന് രാത്രിയിൽ വീക്ഷിപ്പാനും അത് പഠിക്കുന്നതിന് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. കഴിഞ്ഞ 5 എപ്പിസോഡുകളിലായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം ക്രിസ്തീയ ശിഷ്യത്വം എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടാണല്ലോ. ഇന്നതിൻ്റെ 6ാമത്തെ എപ്പിസോഡിലേക്ക് വരുവാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്ത് ഓർത്ത് സ്തോത്രം ചെയ്യുക. ഈ ആഴ്ചയിൽ നമ്മൾ തുടർന്ന് പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഭാഗം, ഒരുവനെ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായി ആകുന്നതിൽ നിന്ന് അല്ലെങ്കിൽ ശിഷ്യത്വത്തിൽ നിന്ന് അവനെ തടസ്സം ചെയ്യുന്ന, അവനെ വിഘ്നപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. യേശുവിനെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് യേശുവിനെ പിൻപറ്റുവാൻ കഴിയാത്ത നിലയിൽ പല തടസ്സങ്ങൾ കടന്നു വരാറുണ്ട്. എന്നാൽ തങ്ങളുടേതായിരിക്കുന്ന ചില ആവശ്യങ്ങൾ അത് നിറവേറ്റണം എന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് പലപ്പോഴും യേശുവിനെ പിൻഗമിക്കുവാൻ കഴിയാതെ പോകുന്നതായ സ്ഥിതിവിശേഷമുണ്ടാകുന്നു. ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായം 57 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ അവിടെ നമ്മൾ ഈ പറയപ്പെട്ട ചില തടസ്സങ്ങൾ യേശുവിനെ അനുഗമിക്കുന്നതിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ലൂക്കോസ് 9-ാം അധ്യായം 57-ാം വാക്യം മുതലുള്ള ഭാഗം ശ്രദ്ധിക്കുക. അവർ വഴി പോകുമ്പോൾ ഒരുത്തൻ അവനോട്, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം എന്ന് പറഞ്ഞു. യേശു അവനോട്, കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവജാതികൾക്ക് കൂടുമുണ്ട്, മനുഷ്യപുത്രനോ തലചായ്ക്കുവാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞു. ഈ 57-ാമത്തെ വാക്യം മുതൽ 62-ാമത്തെ വാക്യം വരെ നമ്മൾ ശ്രദ്ധിച്ചാൽ 3 വ്യക്തികൾ യേശുവിനെ അനുഗമിക്കുവാനായിട്ട് ആഗ്രഹിച്ച് കടന്നു വരികയാണ്. അതിലൊന്നാമത്തവനെ നമുക്ക് ഇങ്ങനെ സംബോധന ചെയ്യാം, തിടുക്കമുള്ളവൻ. അങ്ങനെ ഒരു നാമകരണം നമുക്ക് കൊടുക്കാം. 57-ാം വാക്യം, അവർ വഴി പോകുമ്പോൾ ഒരുത്തൻ അവനോട്, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം എന്ന് പറഞ്ഞു. ഇവിടെ യേശു അങ്ങോട്ട് ആവശ്യപ്പെടാതെ തന്നെ യേശുവിനെ അനുഗമിക്കണമെന്നുള്ള ആഗ്രഹം ഉള്ളിൽ കൊണ്ടു നടന്നതായ ഒരു മനുഷ്യൻ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറയാൻ, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം. വളരെ സന്നദ്ധനായിരിക്കുന്ന ഒരു മനുഷ്യനാണ്. എവിടെ പോയാലും യേശുവിനോടൊപ്പം പോയി അല്ലെങ്കിൽ യേശുവിനെ അനുഗമിച്ച് പോകുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി. എന്നാൽ അവൻ്റെ ആ ആഗ്രഹത്തെ, അവൻ്റെ ആ വാക്കുകളെ യേശു സശ്രദ്ധം ശ്രദ്ധിച്ചിട്ട് അവന് കൊടുക്കുന്നൊരു മറുപടിയുണ്ട്. യേശു അവനോട്, 58-ാമത്തെ വാക്യമാണ്, കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവജാതികൾക്കും കൂടുണ്ട്, മനുഷ്യപുത്രനോ തലചായ്ക്കുവാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞു. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ജീവജാലങ്ങളായിരിക്കുന്ന കുറുനരികൾക്ക് കുഴിയുണ്ട്, ആകാശത്തിൽ പറന്നു നടക്കുന്ന പറവകൾക്ക് കൂടുണ്ട്, എന്നാൽ മനുഷ്യപുത്രന് തലചായ്പാനിടമില്ല. എന്താണ് അതിൻ്റെ ആന്തരികമായ അർത്ഥം? ആരെയാണോ നീ അനുഗമിക്കാമെന്ന് ഉള്ളം കൊണ്ട് ആഗ്രഹിച്ച് നീ ഇറങ്ങി പുറപ്പെടുവാൻ തീരുമാനിക്കുന്നത്, ആ വ്യക്തിക്ക് എന്തില്ല? ഈ ഭൂമിയിൽ തലചായ്പാൻ ഒരിടമില്ല. അർത്ഥാൽ കർത്താവായ യേശു ക്രിസ്തുവിന് തലചായ്ക്കാൻ ഇടം പോലുമില്ല.
അങ്ങനെയുള്ളൊരു ഗുരുവിനെയാണ് നീ അനുഗമിക്കുവാൻ പോകുന്നത്. ആ യാഥാർത്ഥ്യം ഈ വ്യക്തിയോട് കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്. എന്നാൽ അദ്ദേഹം പിന്നെ യേശുവിനെ അനുഗമിക്കുന്നതായിട്ട് നമ്മൾ അവിടെ കാണുന്നില്ല. ആ വാക്കുകൊണ്ട് അവിടെ അത്ര പറഞ്ഞു നിർത്തുകയാണ്. ഇതിനകത്ത് പല അർത്ഥങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ജീവിതത്തിൽ പലപ്പോഴും സുഖ സൗകര്യങ്ങളും നേട്ടങ്ങളും ഉയർച്ചകളൊക്കെ ഒരുവനുണ്ടെങ്കിൽ അതെല്ലാം കളഞ്ഞേച്ച് അതെല്ലാം വിട്ടേച്ച് യേശുവിനെ അനുഗമിക്കാൻ തയ്യാറാകുമോ? കാരണം കർത്താവ് തന്നെ പറഞ്ഞു, മനുഷ്യപുത്രന് തലചായ്പാനിടമില്ല. അപ്പോൾ നിശ്ചയമായും തന്നെ അനുഗമിക്കുന്നവർക്കും ഇതേ സ്ഥിതി ഒരുപക്ഷെ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരാം. അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണോ നീ ഇറങ്ങിത്തിരിപ്പാൻ ആഗ്രഹിക്കുന്നത് എന്നൊരു ചോദ്യമാണ് അതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ലോകത്തെ സൃഷ്ടിച്ച ദൈവം, ഘടകങ്ങളിൽ നിർമ്മിച്ചവനായ ദൈവം, സാക്ഷാൽ മനുഷ്യപുത്രൻ, അവന് സ്വന്തമായിട്ട് കിടക്കുവാൻ തലചായ്പാൻ ഒരിടമില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം, ഒരു വസ്തുത അനുഗമിക്കുവാൻ ഇച്ഛിക്കുന്ന മനുഷ്യനോട് പറയുകയാണ്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് രണ്ടാമത് നമ്മൾ കാണുന്നത് അതിൻ്റെ 59-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴാണ്. 59-ാമത്തെ വാക്യം, വേറൊരുത്തനോട് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവൻ, ഞാൻ മുമ്പേ പോയി എൻ്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരണം എന്ന് പറഞ്ഞു. അവനോട്, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ, നീയോ പോയി ദൈവരാജ്യം അറിയിക്കുക. ഇവിടെ രണ്ടാമതൊരുവനെ നമ്മൾ പരിചയപ്പെടുകയാണ്. അദ്ദേഹത്തെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വിളിക്കാം, മന്ദഗതിക്കാരൻ. ഒന്നാമതായിട്ട് യേശുവിനെ അനുഗമിച്ച വ്യക്തിയെ നമുക്ക് കൊടുക്കാൻ കഴിയുന്ന പേര് തിടുക്കമുള്ളവരാണ്. പെട്ടെന്ന് അവൻ കാര്യങ്ങൾ ചെയ്യുവാനും ഉത്സാഹമുള്ളവരാണ്. എന്നാൽ രണ്ടാമത്തെ വ്യക്തി 59-ാമത്തെ വാക്യത്തിൽ കാണുന്ന വ്യക്തിയെ മന്ദഗതിക്കാരൻ നമുക്ക് സംബോധന ചെയ്യാം. അവിടെ യേശുവിനെ അനുഗമിക്കണമെന്ന് യേശു അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നാൽ ആദ്യത്തെ ആളുടെ കേസിൽ അങ്ങനെയല്ല നമ്മൾ കണ്ടത്. യേശു ആവശ്യപ്പെടാതെ അദ്ദേഹം ഇങ്ങോട്ട് കടന്നു വന്നിട്ട് യേശുവിനോട് ഞാൻ അങ്ങനെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുക. രണ്ടാമത്തെ വ്യക്തിയോട് യേശു നിർബന്ധം എന്നപോലെ പറയുകയാണ്, എന്നെ അനുഗമിക്കുക. അങ്ങനെ പറയുമ്പോൾ ആ മനുഷ്യൻ കൊടുത്ത മറുപടി എന്താണ്? ഞാൻ മുമ്പേ പോയി എൻ്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരണം എന്ന് പറഞ്ഞു. അപ്പോൾ തൻ്റെ പിതാവ് മരിച്ചു. ആ മരിച്ച പിതാവിനെ അടക്കം ചെയ്തിട്ട് വന്ന് ഞാൻ യേശുവിനെ അനുഗമിച്ചോളാം. അപ്പോൾ ഒരു ഉത്തരവാദിത്തം ഭവനാന്തരീക്ഷത്തിൽ തനിക്കുണ്ടെന്നതും ആ ഉത്തരവാദിത്തം നിറവേറ്റി കൊടുക്കേണ്ടത് താനാണെന്നും ഉള്ള ബോധ്യത്തിൽ നിന്നാണ് ആ മനുഷ്യൻ പറയുകയാണ്, എൻ്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരണമെന്ന് പറഞ്ഞു. എന്നാൽ യേശു അവനെ പറഞ്ഞു വിട്ടോ എന്ന് നമുക്ക് നോക്കാം. യേശു പിന്നെ എന്താണ് പറയുന്നത്? മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ, നീയോ പോയി ദൈവരാജ്യം പ്രസംഗിക്കും. അവിടെ എന്താണ് നമുക്ക് കാണാൻ കഴിയുന്നത്? മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ. ശാരീരികമായി ഒരുവൻ മരിച്ചപ്പോൾ ആ വ്യക്തിയെ അടക്കം ചെയ്യേണ്ടതിന് ആത്മീയമായി മരിച്ച ഒരുവൻ അല്ലെങ്കിൽ മരിച്ചവർ അത് ചെയ്യട്ടെ എന്നുള്ളതാണ്. അപ്പോൾ മരണത്തെക്കാളും ഒരു ശവസംസ്കാരത്തെക്കാളെല്ലാം ഉപരിയായിട്ട് കർത്താവ് കൊടുത്ത പരിഗണനയും മുൻഗണനയും എന്ന് പറയുന്നത് യേശുവിനെ അനുഗമിച്ച് ദൈവരാജ്യം പ്രസംഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ യേശുവിൻ്റെ ഒരു ശിഷ്യനായിരിക്കുമ്പോൾ, യേശുവിൻ്റെ ഒരു യഥാർത്ഥ ശിഷ്യനായിരുന്നു കഴിഞ്ഞാൽ ചില ഉത്തരവാദിത്തങ്ങൾ അവനിലേക്ക് വരികയാണ്. ഇവിടുത്തെ ഉത്തരവാദിത്തം എന്തായിരുന്നു? നീയോ പോയി ദൈവരാജ്യം പ്രസംഗിക്കുക. യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് കർത്താവായ യേശുക്രിസ്തു കൊടുത്തിരിക്കുന്ന പ്രധാന ദൗത്യങ്ങളിൽ ഒന്നാണ്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെ പോയി സകല സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കുക. മത്തായിയുടെ സുവിശേഷം നമ്മളത് കാണുന്നുണ്ട്.
മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, അപ്പോസ്തല പ്രവൃത്തി, ഈ 5 പുസ്തകങ്ങളിൽ സുവിശേഷന്റെ മഹാനിയോഗം എന്ന പേരിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നീയോ പോയി ദൈവരാജ്യം പ്രസംഗിക്കുക. അപ്പോൾ ദൈവരാജ്യ പ്രസംഗത്തിന് മുന്തിയ ഒരു പരിഗണന ഇവിടെ കർത്താവ് കൊടുക്കുമ്പോൾ തൻ്റെ ഭവനാന്തരീക്ഷത്തിലുള്ള ഉത്തരവാദിത്തങ്ങളെ അത് രണ്ടാമതായിട്ടാണ് കർത്താവ് ഇവിടെ കാണുന്നത്. അങ്ങനെ രണ്ടാമത്തെ വ്യക്തി അല്ലെങ്കിൽ മന്ദഗതിക്കാരനായ ആ മനുഷ്യനോട് യേശു പറയുന്നു, നീയോ പോയി ദൈവരാജ്യം അറിയിക്കുക എന്ന് പറഞ്ഞു. ഒരുപക്ഷെ അവൻ യേശുവിൻ്റെ വാക്ക് കേട്ട് ദൈവരാജ്യത്തെ പ്രഘോഷിക്കാൻ മുമ്പോട്ട് പോയി കാണാം. എന്നാൽ അടുത്ത വാക്യം ശ്രദ്ധിച്ചാൽ 61 വാക്യത്തിലേക്ക് വരുമ്പോൾ മൂന്നാമത്തെ ഒരു വ്യക്തിത്വം നമ്മൾ കാണുകയാണ്. മൂന്നാമത്തെ വ്യക്തിയുടെ എന്താണെന്ന് അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്, മറ്റൊരുത്തൻ, കർത്താവെ, ഞാൻ നിന്നെ അനുഗമിക്കാം, ആദ്യം എൻ്റെ വീട്ടിലുള്ളവരോട് യാത്ര പറയുവാൻ അനുവാദം തരണം എന്ന് പറഞ്ഞു. യേശു അവനോട്, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല എന്ന് പറഞ്ഞു. മൂന്നാമത്തെ ഒരു വ്യക്തിയെ നമ്മളിവിടെ കാണുകയാണ്. തന്നെ നമുക്ക് വേണം ഇങ്ങനെ വിളിക്കാം, സാവധാനക്കാരൻ. അത് വന്നിട്ട് യേശു പറയുകയാണ്, നിന്നെ അനുഗമിക്കാൻ ഞാൻ, പക്ഷെ ആദ്യം എൻ്റെ വീട്ടിലുള്ളവരുടെ യാത്ര പറയുവാൻ അനുവാദം തരണം. ഒന്നാമത്തെ വ്യക്തി വളരെ വ്യത്യസ്തനാണ്. എന്നാൽ രണ്ടാമത്തെ വ്യക്തിയിലേക്ക് വരുമ്പോൾ യേശു അങ്ങോട്ട് ആവശ്യപ്പെട്ടു അവനോട് അനുഗമിക്കുക. അവന് ചില ഒഴിവൊഴിവുകൾ പറഞ്ഞ് എൻ്റെ അപ്പനെ അടക്കണം, അതിനുള്ള അനുവാദം തരണം എന്ന് പറഞ്ഞ് യേശുവിൻ അനുവാദം വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. മൂന്നാമത്തെ വ്യക്തി പറയുന്നത്, എൻ്റെ വീട്ടിലുള്ളവരോട് യാത്ര പറയുവാൻ അനുവാദം തരണം എന്ന് പറഞ്ഞാൽ അവരോടൊക്കെ യാത്ര പറഞ്ഞ് സമ്മതം വാങ്ങിയിട്ട് വേണം യേശുവിന് ശിഷ്യനായിട്ട് യേശുവിനെ അനുഗമിക്കാൻ എന്നുള്ളൊരു നിലപാടിലാണ് താൻ നിൽക്കുന്നത്. എൻ്റെ വീട്ടിലുള്ളവരോട് യാത്ര പറയുവാൻ അനുവാദം തരണമെന്ന് പറഞ്ഞു. എന്നാൽ യേശു അതിന് കൊടുക്കുന്ന മറുപടി അവിടെ വായിക്കുന്നത്, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവനാരും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനാണ്. യേശുവിന് ശിഷ്യനായിട്ട് ദൈവരാജ്യത്തിൻ്റെ പ്രസംഗത്തിന് വേണ്ടി, ദൈവരാജ്യം സുവിശേഷിക്കുന്നതിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചിട്ട് അല്ലെങ്കിൽ അതിനുവേണ്ടി തീരുമാനമെടുത്ത് മുമ്പോട്ട് വന്നിട്ട് പിന്നെ പിറകോട്ട് പോകുന്നത് ഒരിക്കലും അഭികാമ്യമല്ല എന്നുള്ളതായ വസ്തുതയാണ് കർത്താവ് ഇവിടെ പറയുന്നത്. കലപ്പയ്ക്ക് കൈവച്ചിട്ട് പുറകോട്ട് നോക്കുന്നവൻ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല. അപ്പോൾ നമ്മുടെ സ്റ്റെപ്പ്, നാം എടുത്തു വെക്കുന്നതായ കാൽച്ചുവടുകൾ കർത്താവായ യേശുവിനെ സാക്ഷിക്കുവാനും അവൻ്റെ ഒരു ശിഷ്യനായി നിന്നുകൊണ്ട് ദൈവരാജ്യത്തെ പ്രസംഗിക്കുവാനും നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഒരിക്കലും ആ ഒരു ഉദ്യമത്തിൽ നിന്ന് നമുക്ക് മടങ്ങുവാൻ പാടില്ല. അപ്പോൾ 3 കാര്യങ്ങൾ ഇവിടെ യേശുവിനെ അനുഗമിക്കുന്ന കാര്യത്തിൽ നമുക്കൊരു വിഘ്നമായിട്ട് കാണുകയാണ്. ഈ 3 പേരെയും ഒരു ഉദാഹരണമായി കർത്താവ് ഇവിടെ അവതരിപ്പിക്കുകയും അപ്പോൾ തന്നെ യേശുവിൻ്റെ യാത്രയിൽ എപ്പോഴും ശിഷ്യന്മാർ യേശുവിനെ അനുഗമിക്കും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ലൂക്കോസ് സുവിശേഷം 22-ാം അധ്യായം 39 മുതൽ വായിക്കുമ്പോൾ, പിന്നെ അവൻ പതിവ് പോലെ ഒലിവുമലയ്ക്ക് പുറപ്പെട്ടു പോയി, ശിഷ്യന്മാരും അവനെ അനുഗമിച്ചു. അപ്പോൾ ഒരു ശിഷ്യന്റെ കടമ എന്ന് പറയും തങ്ങളുടെ ഗുരുവിനെ അനുഗമിക്കുക, അവൻ എവിടെ പോയാലും അവനെ അനുഗമിച്ച് പോവുക എന്നുള്ളതാണ്. ഇവിടെ ഇതാ യേശുവിനെ ശിഷ്യന്മാർ അനുഗമിക്കുക. അങ്ങനെ അവർ യാത്ര ചെയ്ത് 40-ാമത്തെ വാക്യം, ആ സ്ഥലത്തെത്തിയപ്പോൾ അവൻ അവരോട്, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിക്കുവിൻ എന്ന് പറഞ്ഞു. തന്നോടൊപ്പമായി സഞ്ചരിക്കുന്നതായി ശിഷ്യന്മാരെ പ്രാർത്ഥനയുടെ അനുഭവത്തെക്കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ, പഠിപ്പിച്ചു കൊടുക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. പ്രത്യേകം കർത്താവ് പറഞ്ഞു, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിക്കണം. ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ ഊഷ്മളമായിരിക്കുന്ന ഒരു അവസ്ഥയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ധാരാളം സമയം പ്രാർത്ഥിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്.
മാത്രമല്ല യേശു ശിഷ്യന്മാരെ പ്രാർത്ഥന പഠിപ്പിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ പ്രാർത്ഥനയുടെ പ്രാധാന്യത വളരെ വലുതാണെന്ന് യേശുവിടെ തൻ്റെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തുക. ഇവിടെ ഇതാ യേശുവിനോടൊപ്പം ശിഷ്യന്മാരും ഉണ്ട്. അവരിങ്ങനെ ഒരു സ്ഥലത്തെത്തിയപ്പോൾ നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് യേശു എന്താ ചെയ്യുന്നത്? നമുക്കെല്ലാവർക്കും സുപരിചിതമായിരിക്കുന്ന ഭാഗമാണ്. അവരെ വിട്ട് ഒരു കല്ലേറ് ദൂരത്തോളം വാങ്ങിപ്പോയി മുട്ടുകുത്തി, പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. യേശു കർത്താവിൻ്റെ പ്രാർത്ഥനയുടെ ഒരു മോഡൽ ഇവിടെ കാണുവാൻ കഴിയുന്നത്. ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങൾ പരീക്ഷയിൽ ഇരിക്കേണ്ടതിന് പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞിട്ട് യേശു അവരുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയല്ല ചെയ്യുന്നത്. യേശു അവരെ വിട്ട് ഒരു കല്ലേറ് ദൂരത്തോളം മാറി എന്ത് ചെയ്യുന്നു? മുട്ടുകുത്തിയാണ്. പ്രാർത്ഥനയുടെ ഒരു മോഡൽ നമുക്ക് കാണാൻ കഴിയുന്ന മുട്ടുകുത്തിയുള്ള ഒരു പ്രാർത്ഥന ഇവിടെ കർത്താവ് ശിഷ്യന്മാരുടെ മുമ്പിൽ എന്ത് ചെയ്യുന്നു? മാതൃകയായി കാണിക്കുക, മുട്ടുകുത്തി. മാത്രമല്ല തൻ്റെ പ്രാർത്ഥനയുടെ വിഷയം എന്താണ്? പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നീക്കണമേ. പാനപാത്രം നീങ്ങിപ്പോകണം, അതിനുവേണ്ടിയുള്ള ഒരു ആഗ്രഹത്തോടുള്ള പ്രാർത്ഥനയാണത്. ആസന്നമായി കർത്താവ് അനുഭവിക്കാൻ പോകുന്ന ത്യാഗത്തെക്കുറിച്ച്, കാൽവറി മരണത്തെക്കുറിച്ചൊക്കെ യേശു മനസ്സിലാക്കിയിട്ടത് നീങ്ങിപ്പോകുവാൻ വേണ്ടിയുള്ളൊരു പ്രാർത്ഥനയാണ്. എന്നാൽ ആ പ്രാർത്ഥനയുടെ വേളയിൽ തന്നെ കർത്താവ് പെട്ടെന്ന് എൻ്റെ പ്രാർത്ഥനയുടെ രീതി മാറ്റുകയാണ്. അതായത് പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങണമേ എന്ന് പ്രാർത്ഥിച്ച കർത്താവ് അടുത്ത വാചകം ഇങ്ങനെ പറഞ്ഞു, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവഹിതത്തിന്, ദൈവ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കർത്താവോട് പ്രാർത്ഥിക്കുക. ഇതെല്ലാം അക്ഷരാർത്ഥത്തിൽ ശിഷ്യന്മാർക്കും യേശു കർത്താവ് കാണിച്ചു കൊടുക്കുന്നൊരു മാതൃകയാണ്. നമുക്കും അതൊരു മാതൃക തന്നെയാണ്. എന്ത്? നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ പലപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങളുടെ സാധൂകരണത്തിന് വേണ്ടിയാണ്, നമ്മുടെ ഇഷ്ടങ്ങളുടെ നിവൃത്തീകരണത്തിന് വേണ്ടിയാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത് ഭൗമികമായിരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്, അത് നടക്കണം. എന്നാൽ അതിനേക്കാൾ ഉപരി കർത്താവോട് പ്രാർത്ഥിക്കുന്നത് എന്താ? എൻ്റെ ഇഷ്ടമല്ല, എൻ്റെ ആഗ്രഹമല്ല, നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ വ്യത്യസ്തമായ രീതികൾ നമ്മൾക്ക് സുവിശേഷം മാത്രം ലേഖനങ്ങളൊക്കെ കാണാൻ കഴിയും. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ധാരാളം അവസരങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പൗലോസിന്റെ പ്രാർത്ഥന ശ്രദ്ധിച്ചാലറിയാം, പഠിച്ചാലറിയാം. എഫെസ്യ ലേഖനത്തിലൊക്കെ വളരെ ശക്തമായ പ്രാർത്ഥനകളുണ്ട്. പൗലോസ് പ്രാർത്ഥിക്കുന്നത് സ്വർഗത്തിനും ഭൂമിയിലെ സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു എന്ന് പറഞ്ഞ ഒരു പ്രാർത്ഥന അവിടെ ആരംഭിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. തൻ്റെ ആ പ്രാർത്ഥനയിൽ ഒരു നിമിഷം പോലും സ്വാർത്ഥപരമായിരിക്കുന്ന ഒരു പ്രാർത്ഥന അവിടെ താൻ പ്രാർത്ഥിക്കുന്നു. തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു പ്രാർത്ഥനയില്ല, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളൊരു പ്രാർത്ഥന ആണ് അവിടെ എഫെസ്യ ലേഖനത്തിൽ പൗലോസ് പ്രാർത്ഥിക്കുന്നത് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ ഇത് കർത്താവ് ഇവിടെയും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി. സ്വാർത്ഥരഹിതമായിരിക്കുന്ന ഒരു പ്രാർത്ഥന അത് നിശ്ചയമായിട്ടും സ്വർഗ കവാടങ്ങളെ തുറക്കും. ദൈവദൂതന്റെ സാന്നിധ്യം നമുക്ക് ആ നിമിഷം വെളിപ്പെടുവാനിടയായിത്തീരും. കർത്താവ് അങ്ങനെ പ്രാർത്ഥിച്ച നിമിഷം തന്നെ ഒരു ദൂതനെ എന്ത് ചെയ്തു? സ്വർഗത്തിൽ നിന്ന് ദൈവം തൻ്റെ അടുക്കലേക്ക് ഇറക്കി. എന്തിനു വേണ്ടി? യേശുവിനെ ശക്തിപ്പെടുത്തുവാൻ പ്രത്യക്ഷനായി.
അടുത്ത വാക്ക് പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയ്ക്കകത്തൊരു പ്രാണൻ പോകുന്നൊരു വേദനയുണ്ട്. അതിശ്രദ്ധയോടെയുള്ളൊരു പ്രാർത്ഥനയാണ്. ഇന്ന് ഈ ക്ലാസ്സിൽ വീക്ഷിക്കുന്ന ദൈവജനത്തോട് എനിക്ക് പറയുവാനുള്ളത്, നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ ശ്രദ്ധയോടു കൂടിയൊരു പ്രാർത്ഥനയുണ്ടോ? നമ്മൾ അഭിമുഖീകരിക്കുന്ന വിഷയത്തെ സംബന്ധിച്ച്, നമ്മൾ ഏറ്റുമുട്ടാൻ പോകുന്ന ഏതൊരു വിഷയമാണോ ആ വിഷയത്തെ സംബന്ധിച്ച് ഒരു ശ്രദ്ധയോടെ ഒരു പ്രാർത്ഥന നമുക്കുണ്ടോ? അതോ ഒരു ചടങ്ങ് പോലെയാണ് നമ്മുടെ പ്രാർത്ഥനകൾ മാറുന്നത്? എന്നാൽ ഇവിടെ കർത്താവായ യേശുക്രിസ്തു പ്രാണവേദനയിലായി എന്ന് മാത്രമല്ല, അവൻ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയിൽ എന്തൊക്കെയാ സംഭവിക്കുന്നത്? അവൻ്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി. ശരിക്കും പറഞ്ഞൊരു മാനസിക സംഘർഷവും അവൾ ഉടലെടുക്കുകയാണ്. ഒരു വലിയ പോരാട്ടം തന്നെയാ പ്രാർത്ഥന എന്ന് പറഞ്ഞു. അല്ലേ? നമ്മുടെയൊക്കെ ശരീരത്തിൽ നിന്ന് വിയർപ്പ് പൊടിയുന്നത് എപ്പോഴാ? ശരീരത്തിൽ എന്തെങ്കിലും അധ്വാനം വരുമ്പോഴാണ്. വെറുതെ ഇരിക്കുമ്പോൾ വിയർക്കത്തില്ല. എന്നാൽ ഇവിടെ കർത്താവ് മുറ്റുമേലിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴും പ്രാണവേദനയിലായിരുന്നു കൊണ്ട്, വലിയ മാനസികമായ സംഘർഷങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ എന്താ സംഭവിച്ചത്? രോമകൂപങ്ങളിൽ നിന്ന് വിയർപ്പ് തുള്ളികൾ വെളിയിലേക്ക് വരേണ്ടതിന് പകരം ആ ഭാഗത്തൂടെ രക്തത്തുള്ളികളാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ എത്രത്തോളം തീവ്രമായിരിക്കുന്ന വേദനയിലാണ് കർത്താവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നതിൻ്റെ പ്രധാന ചിന്ത എന്ന് പറയുന്നത്, യേശുവിനെ അനുഗമിക്കുന്ന ഒരു ശിഷ്യനാണെങ്കിൽ യേശുവിൽ നിന്ന് നിരവധി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിലൊന്നാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രാർത്ഥനയെ സംബന്ധിച്ച് നിരവധി ഭാഗം ഇവിടെ കാണാൻ കഴിയും. ശിഷ്യന്മാർ പ്രാർത്ഥിക്കുന്ന പോലെയല്ല ഇവിടെ കർത്താവ് പ്രാർത്ഥിച്ചത്. മുട്ടുകുത്തി പിതാവിൻ്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുത്ത്, അല്ലെങ്കിൽ പിതാവിൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ്, അതുപോലെ തന്നെ പ്രാണവേദനയിലായിരുന്നുകൊണ്ട് ശ്രദ്ധയോടെ കൂടിയിരുന്നുള്ള പ്രാർത്ഥന, അങ്ങനെ വ്യത്യസ്തമാകുന്നൊരു പ്രാർത്ഥന കർത്താവിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്നു. അവർ വിഷാദത്താൽ ഉറങ്ങുന്നത് കണ്ടു. യേശുവിനെ അനുഗമിക്കുന്ന ശിഷ്യന്മാർ ഈ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് യേശു അവരുടെ അടുക്ക് മടങ്ങി ചെല്ലുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവരാ. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? വിഷാദത്താൽ ഇരുന്ന് ഉറങ്ങിപ്പോയി. ആ ഉറങ്ങുന്നത് കണ്ടു. അവരോട് പറയുകയാണ്, നിങ്ങൾ ഉറങ്ങുന്നത് എന്താ? പരീക്ഷ അകപ്പെടാതിരിപ്പാൻ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവിനെന്ന് പറഞ്ഞു. നിശ്ചയമായിട്ടും ഈ ശിഷ്യന്മാർ ഒരു പരീക്ഷയിലേക്ക് അകപ്പെടും, അല്ലെങ്കിൽ പരീക്ഷ അഭിമുഖീകരിക്കേണ്ട വരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞും പോകുന്നതിന് വേണ്ടിയാണ് ഈ പ്രാർത്ഥന നടത്തണമെന്ന് യേശു ആവശ്യപ്പെടുന്നത്. വിഷാദത്താൽ ഉറങ്ങുന്നവരോട് വീണ്ടും കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഉറങ്ങുന്നത് എന്ത്? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവിൻ. അങ്ങനെ പ്രാർത്ഥനയെ സംബന്ധിച്ചുള്ളൊരു വിശദീകരണം അവിടെ ശിഷ്യന്മാർക്ക് കർത്താവ് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ യേശുവിനെ അനുഗമിക്കുന്ന ഒരു ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം യേശു കടന്നു പോകുന്ന എല്ലാ പാതകളിലൂടെ അവൻ കടന്നു പോകണം. പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു വിജനമായ സ്ഥലത്തേക്ക് യേശു അവരെ കൂട്ടിക്കൊണ്ട് വരുന്നു. യേശു എന്ത് ചെയ്യുന്നു? അവർക്ക് മുൻപിലൊരു പ്രാർത്ഥനയുടെ മാതൃക കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ പ്രാർത്ഥനയുടെ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട്, യഥാർത്ഥമായിട്ട് നാം യേശുവിനെ അനുഗമിക്കുന്ന ഒരു ശിഷ്യനാണെങ്കിൽ, നമ്മൾ ഇതുവരെ കണ്ട് നമ്മൾ വിഘ്നം വരുത്തുന്ന പലവിധമായ കാര്യങ്ങൾ, ഈ ഭൗമികമായ വിഷയങ്ങളുണ്ട്. 3 പേരെ യേശുവിനെ അനുഗമിക്കുവാൻ വരുന്നത് നമ്മൾ കണ്ടു. ഒന്ന്, എവിടെ പോയാലും യേശുവിനെ അനുഗമിക്കാം എന്നുള്ളതായ ആഗ്രഹം പേറി വന്ന ഒരുവൻ. എന്നാൽ യേശു കൊടുത്ത മറുപടി,
മനുഷ്യപുത്രന് തലചായ്പാൻ ഇടമില്ല. അപ്പോൾ സമ്പൽ സമൃദ്ധിയും സുഖലോലുപതയും എല്ലാം വിട്ടിട്ട് യേശുവിനെ അനുഗമിക്കാൻ ഇറങ്ങി തിരിച്ചു വന്നാൽ നിനക്ക് ഒരുപക്ഷെ ലഭിക്കുന്നത് ഒന്നും കാണത്തില്ല. അത് മനസ്സിലാക്കി വേണം നീ ഇറങ്ങിത്തിരിപ്പാൻ എന്നൊരു സന്ദേശമാണ് കർത്താവ് ആ മനുഷ്യന് കൊടുക്കുന്നത്. ഒന്നാമത്തെ രണ്ടാമത്തെ വ്യക്തിയെക്കുറിച്ച് നമ്മൾ കണ്ടത് എന്താണ്? യേശു അവനോട് ആവശ്യപ്പെട്ടു, എന്നെ അനുഗമിക്കുക. എന്നെ അനുഗമിക്കുക എന്നുള്ള യേശുവിൻ്റെ ആഹ്വാനത്തെ ആ മനുഷ്യൻ തിരസ്കരിച്ചില്ല. പകരം താന് ഒരു അനുമതി വാങ്ങിക്കുകയാണ്. എന്തിനു വേണ്ടിയുള്ള അനുമതിയാണ്? നമ്മൾ കണ്ടത് ഇങ്ങനെയാണ്: എൻ്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം എനിക്ക് തരണം. അപ്പോൾ ചില ബന്ധങ്ങൾ ഈ ഭൗമികമായ ജീവിതത്തിൽ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ നിലനിൽപ്പിൽ ധാരാളം ബന്ധങ്ങൾ നമുക്കുണ്ടാകും. ആ ബന്ധങ്ങളിൽ നിന്ന് അത് ഒഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അത് മാറ്റിവെച്ചിട്ടുള്ള യേശുവിനെ അനുഗമിക്കുന്ന ഒരു അനുഗമനം ഒരുപക്ഷെ അവൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അവൻ പറയുകയാണ്, എൻ്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരണം. ഞാൻ പോയി അപ്പനെ കുഴിച്ചിട്ടിട്ട് അങ്ങയെ അനുഗമിക്കാം. എന്നാൽ യേശു കൊടുത്ത മറുപടി എന്തായിരുന്നു? മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ, നീയോ പോയി ദൈവരാജ്യം പ്രസംഗിക്കും. മൂന്നാമത്തെ വ്യക്തിയെ നമ്മൾ കണ്ടത്, കർത്താവെ, ഞാൻ നിന്നെ അനുഗമിക്കാം. ആദ്യം എൻ്റെ വീട്ടിലുള്ളവരോട് യാത്ര പറയുവാൻ അനുവാദം തരണം. ഞാൻ നിന്നെ അനുഗമിച്ചോളാം, പക്ഷെ എനിക്ക് വീട്ടിലുള്ളവരുടെ യാത്രയൊക്കെ പറഞ്ഞ് അവരോട് അനുവാദം വാങ്ങിച്ചു വേണം, അല്ലെങ്കിൽ അവരോട് ഗുഡ് ബൈ പറഞ്ഞു വേണം എനിക്ക് വരാൻ. യേശു എന്താ പറയുന്നത്? കലപ്പയ്ക്ക് കൈവച്ചിട്ട് പിറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നതല്ല. അപ്പോൾ ചില വിഘ്നങ്ങൾ, ചില തടസ്സങ്ങൾ യേശുവിനെ അനുഗമിക്കുന്ന ഒരു ശിഷ്യന് ഉണ്ട്. അതിനെല്ലാം അതിജീവിച്ച് അതിനെല്ലാം തരണം ചെയ്ത് വരുന്നവന് മാത്രമേ യഥാർത്ഥമായ ലക്ഷ്യത്തിലെത്താൻ കഴിയുകയുള്ളൂ, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ യേശുവിൻ്റെ ഒരു നല്ല ശിഷ്യനായി മാറാൻ കഴിയുകയുള്ളൂ. ആ ഒരു വസ്തുതയാണ് കർത്താവായ യേശു ക്രിസ്തു അവിടെ മുമ്പിൽ അവതരിപ്പാനിടയായത്. അതുമാത്രമല്ല, യേശുവിനെ അനുഗമിക്കുന്ന ഓരോ ശിഷ്യനും യേശു കടന്നു പോകുന്ന പാതകളിലൂടെ എല്ലാം സഞ്ചരിക്കേണ്ടതായിട്ട് വരും. ആ ഉദാഹരണം നമ്മൾ കണ്ടത്, വിജനമായ സ്ഥലത്തേക്ക് യേശു അവരെ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൊണ്ടുപോവുകയാണ്. പ്രാർത്ഥനയുടെ ഒരു മാതൃക യേശുവിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ധാരാളം കാര്യങ്ങൾ അങ്ങനെ ഗുരുവായിരിക്കുന്ന യേശുവിൽ നിന്ന് ശിഷ്യന്മാർക്ക് പഠിക്കുവാൻ കഴിഞ്ഞു. അതവരുടെ ജീവിതത്തിൽ അവരെ ഉറപ്പിക്കുവാൻ പോന്നതായിരുന്നു. ഇന്ന് ഈ രാത്രിയിൽ നമ്മുടെ ഈ ക്ലാസ്സിൽ ഇത്രയും സമയം നമുക്ക് ക്രിസ്തീയ ശിഷ്യത്വം എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് ചില കാര്യങ്ങൾ പഠിക്കുവാൻ കഴിഞ്ഞല്ലോ. അടുത്ത ആഴ്ചയിലും ഇതേ സമയത്ത് നമുക്ക് ഇതിൻ്റെ തുടർ ഭാഗങ്ങൾ പഠിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. എനിക്ക് പ്രകാരം ഒരവസരം ഒരുക്കി തന്ന ബഹുമാന്യനായിരിക്കുന്ന മിനിസ്ട്രിയുടെ പ്രത്യേകിച്ച് ഫേസ്ബുക്ക് പേജിൻ്റെ അഡ്മിനോടുള്ളതായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കർത്താവ് നമ്മെല്ലാവരും അനുഗ്രഹിക്കട്ടെ. വീണ്ടും അടുത്ത ചൊവ്വാഴ്ച നമുക്ക് കാണാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.